ഹലോ, അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലെ ചേരുവകൾ ആദ്യമായിട്ട് പാല്, നല്ല കട്ടപ്പാൽ, അത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഉറച്ചെടുത്തത്. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ആണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാല്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഉണക്കമുന്തിരി, കുരുവില്ലാത്ത ഉണക്കമുന്തിരി ഒരു പിടി, കശുവണ്ടിപ്പരിപ്പ് ഒരു പിടി, ഒരു 6 ഈന്തപ്പഴം, ഒരു പിടി ബദാം തൊലി കളഞ്ഞെടുത്തത്, ഒരു പിടി പിസ്ത, പിന്നെ ആവശ്യത്തിന് ഏലക്ക. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം തന്നെ കുതിർത്തെടുത്തതാണ്. നമ്മളെ പിസ്ത ആണെങ്കിൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പിസ്ത റോസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ഉപ്പിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഈ ഉപ്പിൻ്റെ ഫ്ലേവർ കളയാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പ് രസം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്ത പിസ്തയാണ്. ഇപ്പോൾ അതിൽ തീരെ ഉപ്പിൻ്റെ അംശമില്ല. അതുപോലെ തന്നെ നമ്മുടെ ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അതിൻ്റെ തൊലി കളഞ്ഞതാണ്. കശുവണ്ടിപ്പരിപ്പും കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി തന്നെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് എടുക്കാം. പ്രത്യേകം പറയാനുള്ളത്, പഞ്ചസാര ഇവിടെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈന്തപ്പഴത്തിലും ഉണക്കമുന്തിരിയും നല്ല മധുരമുള്ള ഐറ്റംസാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു പഞ്ചസാര കണ്ടന്റ് ഉണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ ആവശ്യം ഇല്ല എങ്കിൽ നിങ്ങളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതല്ല, പഞ്ചസാര മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മധുരത്തിനായിട്ട് പഞ്ചസാര ഉപയോഗിക്കാം. അപ്പം നമ്മളെ ഇൻഗ്രീഡിയൻസ്, ചേരുവകളെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത ഇതാണ്. അത് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു. ഇപ്പം നമ്മുടെ ടേസ്റ്റി ഹെൽത്തി സ്മൂത്തി, നട്ട്സ് സ്മൂത്തി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ.